നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 15-ാം തീയതി 1199 ആണ്ട് മിഥുന മാസം 31-ാം തീയതി തിങ്കളാഴ്ചയാണ്. നല്ല ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആഴ്ച ആരംഭമാണ്. അവധിക്ക് ശേഷം നമ്മൾ ഓരോ ശുഭകാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്, ചോതി നക്ഷത്രം. അപ്പോൾ ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. നമുക്ക് ആഴ്ച നല്ലത് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, ശുഭനക്ഷത്രവും കൂടി വന്നാൽ മാത്രമേ ആ ദിവസം ശുഭപ്രദമായി തീരുകയുള്ളൂ. അപ്പോൾ ശുഭനക്ഷത്രം ശുഭവാരം രണ്ടും ഒത്തുവന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് നവമിയും കൂടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു കാര്യത്തിന് തുടങ്ങാനോ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് കൈവയ്ക്കാനോ ഒക്കെ അനുകൂലപ്രദമായ, ഇൻ്റർവ്യൂവിന് പോകാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഇപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ ഒരു വർഷം അത്ര നല്ലതല്ല. കാരണം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടമാണ്. ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. 8-ലെ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഞെരുങ്ങും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരെ എടുക്കുമ്പോൾ, അത് ഞാൻ മൊത്തത്തിലുള്ള ചോദ്യ നക്ഷത്രക്കാരുടെ ഫലമാണ് പറഞ്ഞത്. ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറേ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടം വരും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ലബ്ധി ഉണ്ടാവും. വീട് വയ്ക്കാനോ വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കും ഈ വർഷം എന്നുള്ളതിന് സംശയം വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പ്രതിവിധിയായിട്ട് ചന്ദ്രനെ തന്നെ പ്രീതിപ്പെടുത്തണം. ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. ഭഗവതിയുടെ നടയിൽ പോയി പറ്റുന്ന തിങ്കളാഴ്ചകളിൽ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തണം. ഇപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്തണം. പ്രത്യേകിച്ച് പൗർണമി ദിവസം പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം, ദേവീക്ഷേത്രത്തിൽ കൊടുക്കണം. അതേപോലെ നിങ്ങൾ പൗർണമി വ്രതം നോക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. ഇവിടെ ഇന്നത്തെ ദിവസം രാവുകാല സമയം ഞാൻ പറഞ്ഞു, രാവിലെയാണ്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം, നമുക്കിന്ന് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നില്ല. കാരണം മറ്റെന്തെങ്കിലും മുഹൂർത്ത രാശികളില്ലെങ്കിലാണ് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് തന്നെ ശരിക്ക് രാവിലെയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:04 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. ശരിക്ക് 12:53 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. ഏറ്റവും ശുഭപ്രദമായ സമയമാണ് ഒരു ദിവസത്തിൽ അഭിജിത്ത് മുഹൂർത്തം. പക്ഷെ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, യമകണ്ഠ കാലവും ഗുളികകാലവും. ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഒരു ദിവസത്തിൽ ഏറ്റവും ഞാനിത് പറയണമെന്ന് വെച്ചാൽ ആ ദിവസം എത്ര നല്ലതാണെങ്കിലും എത്ര ചീത്തയാണെങ്കിലും ഈ സമയത്ത് ഉള്ള നെഗറ്റീവ്സ് ഇരട്ടിക്കുന്ന സമയമാണ് ഈ ഗുളികന് യമകണ്ഠന് നിൽക്കുന്ന സമയം. അപ്പോൾ ഈ സമയം ഏറ്റവും ശ്രദ്ധിക്കണം. കാരണം 2:04 തൊട്ട് 3:34 വരെ ഗുളികകാലവും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 10:57 തൊട്ട് യമകണ്ഠകാല സമയം ആരംഭിക്കും. 10:57 തൊട്ട് 12:31 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രം, വെളുത്ത തുണി അല്ലെങ്കിൽ വെളുത്ത കളറ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഫുൾ വെള്ളയായിട്ട് പോകണമെന്നല്ല. അപ്പോൾ വെളുത്ത വസ്ത്രം, മറ്റ് കളർ തുണികളുണ്ടെങ്കിൽ അതിൽ വെളുത്ത കളറും കൂടി ഉണ്ടാവണം. ഇല്ല, നമുക്കൊരു കർച്ചീപ്പായിട്ടെങ്കിലും വെളുത്ത ഒരു വസ്ത്രം ധരിക്കുക. കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ അന്ന് വെളുപ്പിനെ, ഈ തിങ്കളാഴ്ച ദിവസം വെളുപ്പിനെ ആകർഷിക്കപ്പെടും.
അപ്പോൾ നമ്മൾ ദേഹത്തിട്ടിക്കാൻ നമ്മളിലേക്ക് ആകർഷണം വരും. നമ്മൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കും. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെ നമുക്കവിടെ കുറച്ച് സക്സസ് ആവാൻ പറ്റും. അവർ നല്ല ഇമ്പ്രസീവ് ആവും. അപ്പോൾ നമുക്ക് ആ ജോലി ലഭിക്കാനും ഒക്കെ ഇടവരും. അതുകൊണ്ട് ആണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.